ദീപ്തി മേരി വർഗീസ് സംസാരിക്കുന്നു ഇപ്പോൾ. നേതാക്കന്മാരുടെയും വ്യക്തിപരമായ അഭിപ്രായം അകമഴിഞ്ഞ പിന്തുണ രാഹുലിന് കോൺഗ്രസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് വേദിയിലടക്കം സജീവമായി വരാൻ കാരണം. നിലപാടൊന്നും പ്രവർത്തനം മറ്റൊന്നും എന്നുള്ള രീതിയാണ്. കോൺഗ്രസിന്റെ നിലപാട് ഒറ്റ നിലപാടേ ഉള്ളൂ. ആരോപണ വിധേയനായ ആ നിമിഷം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 2 തവണ ഒരാളെ പുറത്താക്കാൻ പറ്റില്ലല്ലോ. 1 തവണ പുറത്താക്കിയിട്ടുണ്ട്. അന്വേഷണം വരട്ടെ എന്ന് തന്നെയാണ് അന്നും കോൺഗ്രസ് പറഞ്ഞത്. പരാതിക്കാരി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ ഗൗരവത്തോടെ അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് പാർട്ടി അന്നും ഇന്നും ഒക്കെ പറയുന്നത്. അതിലൊന്നും ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പരാതിക്കാരിയുണ്ട്, തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാകണം. ശരിയായ രീതിയിൽ അന്വേഷണം പോകണം. ഇപ്പോൾ സർക്കാരിന്റെ കോർട്ടിലല്ലേ ബോളുള്ളത്. മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് വേണ്ട നടപടികൾ ഉണ്ടാവട്ടെ. അത് തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നിലപാട്. ചില യു.ഡി.എഫ് നേതാക്കൾ പറയുന്നത്, പ്രത്യേകിച്ച് യു.ഡി.എഫ് ചെയർമാൻ അടക്കം പറയുന്നത് ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അങ്ങനെ ആരും പറഞ്ഞായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എടുക്കുമ്പോൾ മാത്രം വരുന്ന ഒരു ഈ ഒരു പരാതി പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം. അപ്പൊ CPM-ന്റെ കാര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിരവധി പെൺകുട്ടികൾ നിരവധി പരാതികൾ പറഞ്ഞല്ലോ. ആ പരാതികളൊക്കെ എവിടെയാണ് പോയതെന്ന് അന്വേഷിക്കണമല്ലോ. ആ പരാതികൾ എവിടെയാണ്, ആ പരാതിക്കാരെവിടെയാണ്? അന്ന് ആരോപണ വിധേയരായ, അന്ന് നിയമ കാര്യങ്ങൾക്കൊക്കെ വിധേയമായ ആളുകൾ ഇപ്പോഴും ഈ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുകയാണല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് അവരെ അവരോധിച്ചുകൊണ്ട് അവരെ മാലയിട്ട് സ്വീകരിക്കുകയാണല്ലോ ചെയ്തത്. അപ്പൊ അതൊന്നും പറയാൻ CPM-ന് അവകാശമൊന്നുമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടേ എല്ലാ കാര്യത്തിലും ഉള്ളൂ. ഒരു കാര്യത്തിൽ ഈ ഓഡിയോ സന്ദേശങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ വരുന്നുണ്ട്. ഈ ഓഡിയോ സന്ദേശങ്ങൾ കേട്ടിട്ട് പലരും കോൺഗ്രസ്സുകാർ തന്നെ ഇത്തരത്തിൽ അധിക്ഷേപം ഉന്നയിക്കുകയാണ് ഈ പരാതിക്കാരിക്കെതിരെ. അത് ശരിയായി ഏത് കോൺഗ്രസ്സുകാർ അങ്ങനെ ചെയ്ത? ഈ സൈബർ ഇടങ്ങളിലൊക്കെ അതൊന്നും ഒരു കോൺഗ്രസ്സുകാരൊന്നും അങ്ങനെ ചെയ്യില്ല. കോൺഗ്രസിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നേതാവും ഒരു പ്രവർത്തകനും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരോപണം ഉണ്ടായാലും പരാതി വന്നാലും അത് കൃത്യമായ രീതിയിൽ അന്വേഷിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനോടൊപ്പമാണ് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും ഉള്ളത്. പരാതി വന്ന ഘട്ടത്തിൽ രാഹുൽ പ്രചരണത്തിലൊക്കെ സജീവമായി ഇന്നലെയൊക്കെ പുറത്തു വന്ന ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നത്? അത്രമാത്രം അത് അദ്ദേഹത്തോട് ചോദിക്കും. ഞാനല്ലല്ലോ അതിന് മറുപടി പറയേണ്ടത്. പിന്തുണ കൊടുക്കുകയാണ് കോൺഗ്രസിന്റെ എല്ലാ. അയാൾ വന്നോട്ടെ, അയാൾ അതിനൊക്കെ അവിടെ ചാർജുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൃത്യമായ മറുപടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരാള് പ്രചരണത്തിന് ഇറങ്ങുന്നത്, ഒരാൾ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്, എന്നോടല്ല ചോദിക്കേണ്ടത്. എനിക്ക് കോൺഗ്രസിന്റെ നിലപാട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കോൺഗ്രസിന്റെ നിലപാട് നിങ്ങൾക്ക് ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല. ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ്. കോൺഗ്രസിന് എല്ലാ കാലത്തും ഒരു നിലപാടേ ഉള്ളൂ എന്നാണ് വ്യക്തമാക്കുന്നത്.